പോലീസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്താണ് പോലീസിൻ്റെ യൂണിഫോം ആർട്ടിക്കിൾസ് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സാധാരണ ആദ്യം സർവീസിൽ കയറുന്ന ആൾ മുതൽ SI വരെ ഒന്നാം കാറ്റഗറി, ഡയറക്റ്റ് ഡിഗ്രി പരീക്ഷ എഴുതി SI ടെസ്റ്റ് പാസ്സായി SI മുതൽ നമ്മുടെ SP വരെ ആവുന്ന രണ്ടാം കാറ്റഗറി, പിന്നെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ഹൈ പോസ്റ്റായിട്ടുള്ള സിവിൽ സർവീസ് എഴുതി വരുമ്പോൾ സിവിൽ സർവീസിലെ സെക്കൻഡ് ഗ്രേഡായ IAS IPS IPS കേഡർ മുതൽ മുകളിലോട്ടുള്ള മൂന്നാം തലം, അങ്ങനെ 3 തലങ്ങളിലായിട്ടാണ് നമ്മൾ ഈ പോലീസിൻ്റെ യൂണിഫോമിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആദ്യം കയറുന്ന ഒരു പോലീസുകാരൻ സാധാരണ പോലീസുകാരനായി നമ്മുടെ ക്യാമ്പിൽ കയറുകയാണെങ്കിൽ അദ്ദേഹം സിവിൽ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ യൂണിഫോമിൽ കേരള പോലീസിന് പകരം അവിടെ KAP കേരള ആംഡ് പോലീസ്, അദ്ദേഹം തിരുവനന്തപുരത്ത് ക്യാമ്പിലാണ് കയറുന്നതെങ്കിൽ SAP സ്പെഷ്യൽ ആംഡ് പോലീസ്, അദ്ദേഹം മലപ്പുറത്താണ് കയറുന്നതെങ്കിൽ MSP മലബാർ സ്പെഷ്യൽ പോലീസ്, അങ്ങനെ 3ആയിട്ട് അവർ മാറും. അവിടെ അവർ 8 വർഷം കഴിയുമ്പോൾ അവരുടെ യൂണിഫോമിൽ അവർ ഈ 3 വര വയ്ക്കും. 3 വര എന്ന് പറയുന്നത് ഏട്ടെന്നുള്ളതും അല്ലെങ്കിൽ ഹവിൽദാർ എന്നുള്ള പ്രൊമോഷനാണ്. അത് കഴിഞ്ഞാൽ 20ാമത്തെ വർഷം അവർ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ അഥവാ ASI ആവും. നമ്മുടെ ആംഡ് പോലീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ പ്ലെയിൻ തൊപ്പിയാണ് വരുന്നത്. ഇവിടെ കേരള പോലീസിന് KP ആ ഒരു എംബ്ലവും അതിൻ്റെ കൂടെ ഉണ്ടാവും. യൂണിഫോമിനകത്ത് KAP എന്നായിരിക്കും. തിരുവനന്തപുരം ആണെങ്കിൽ അത് SAP ആവും, മലപ്പുറം ആണെങ്കിൽ അത് MSP ആവും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവർ ക്യാമ്പിലെ അടുത്ത 2ാമത്തെ വിഭാഗമാണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ. അവിടെ വരുമ്പം ഒരു വരയും വരും യൂണിഫോമിനകത്ത്. ഞാൻ ഈ പറഞ്ഞത് KP അല്ല KAP ആണ്, അല്ലെങ്കിൽ SAP ആണ്, അല്ലെങ്കിൽ MSP ആണ്. ഇപ്പം വനിതാ ബറ്റാലിയൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടുത്തെ കുട്ടികളാണെങ്കിൽ അവിടെ വനിതാ ബറ്റാലിയൻ്റെ എംബ്ലമാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ തൊപ്പിയിൽ ഈ മഞ്ഞ റിബൺ കാണില്ല, ഈ തൊപ്പി തന്നെയാണ് അവിടെ. അവർക്കെല്ലാം വെള്ള ബെൽറ്റായിരിക്കും. വെള്ള ബെൽറ്റാണ് അവർ യൂസ് ചെയ്യുന്നത് ക്യാമ്പുകളിൽ. അപ്പോൾ ക്യാമ്പുകളിൽ പക്ഷേ 20 വർഷം കഴിയുമ്പോൾ അവർ ASI ആവുമ്പോൾ അവർക്ക് 1 സ്റ്റാറും KPയും വരും കേരള പോലീസ്. 28 വർഷം ആകുമ്പോൾ അവർ SI ആവും, 2 സ്റ്റാറും KPയും വരും. അപ്പോൾ അവർ സബ് ഇൻസ്പെക്ടർ റാങ്കാണ്. ഇനി സാധാരണ ഒരു 30 വർഷം സർവീസുള്ള ഒരാൾ സർവീസിൽ കയറി 30ഓ 32ഓ വർഷം ആവുകയാണെങ്കിൽ ഈ പ്രകാരം കേഡർ പ്രകാരം നമ്മൾ SI ആയിട്ട് അവർ പിരിയും. ഇതാണ് നിലവിലെ സ്ഥിതി. ഇനി ലോക്കൽ സർവീസിലേക്ക് വരികയാണെങ്കിൽ ഇവർ ക്യാമ്പിൽ നിന്ന് നമ്മുടെ ലോക്കൽ സർവീസിലേക്ക് വരുന്നു. ലോക്കൽ സർവീസിലേക്ക് വരുമ്പോൾ അവരുടെ തൊപ്പി, ഈ തൊപ്പി മാറി ഈ തൊപ്പി വരുന്നു ലോക്കൽ സർവീസിൽ. അവിടെ KP തന്നെയാണ് വരുന്നത്, കേരള പോലീസ് സിവിൽ പോലീസ് ഓഫീസർ എന്നാണ് പേര്. തൊപ്പി ഒരു മഞ്ഞ റിബണും കൂടെ അതിനകത്ത് കയറി വരുന്നു. ഇനി ഇവിടെ ലോക്കൽ പോലീസിൽ വന്ന് നമ്മൾ 12 വർഷം കഴിയുമ്പോഴാണ് നമ്മുടെ ഗ്രേഡ് മാറുന്നത്. 12 വർഷം കഴിയുമ്പോൾ നമ്മൾ ഗ്രേഡ് 8 ആവുന്നു. കേരള പോലീസ് തന്നെയാണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മഞ്ഞ റിബൺ തന്നെയാണ് വരുന്നത്. 20 വർഷം കഴിയുമ്പോൾ അദ്ദേഹം പിന്നെ ASI ആവും, അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ആവും. നമ്മുടെ തൊപ്പി മാറും, യൂണിഫോമിനകത്ത് സ്റ്റാർ ഒരെണ്ണം വരും, ഒരു റിബൺ വരും, KP തന്നെ വരും. നമ്മുടെ ഷൂ അതുവരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്ലാക്ക് ഷൂ മാറി ബ്രൗൺ ഷൂ ആവും. അതുകൂടാതെ ഈ SIമാരുടെ തൊപ്പി എന്ന് പറയുന്നത് നമ്മുടെ ബെൽറ്റ് എന്ന് പറയുന്നത് റെഡ് ബെൽറ്റാണ്. നമ്മുടെ ബ്ലാക്ക് ബെൽറ്റ് ആണ് നമ്മൾ ലോക്കലി വരുമ്പോൾ കൊടുക്കുന്നത്. നമ്മൾ ആംഡ് പോലീസിലായിരുന്നപ്പോൾ വൈറ്റ് ബെൽറ്റ്, നമ്മൾ ലോക്കലിൽ വരുമ്പോഴത്തേക്ക് ബ്ലാക്ക് ബെൽറ്റ്. നമ്മൾ പ്രൊമോഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ബെൽറ്റ് റെഡിലേക്ക് മാറും, നമ്മുടെ ഷൂ റെഡായിട്ട് മാറും. നമ്മുടെ യൂണിഫോമിനകത്ത് ഈ വരും 28ാമത്തെ വർഷം വരുമ്പോൾ അവർ SIമാരാകുന്നു. 28 വർഷം 2 സ്റ്റാർ വരുന്നു. KP തന്നെയാണ്, കേരള പോലീസ് തന്നെയാണ്. സബ് ഇൻസ്പെക്ടർ ലെവലിലേക്ക് അവർ മാറുന്നു. ഇനി 28 ഒരു 30-33 വർഷത്തിന് മുകളിൽ സർവീസുള്ള ഒരാൾ ഒരു 18-20 വയസ്സിൽ കയറുന്ന ആളാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ CI ആവും. പഴയ പേരാണ് CI, സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് പഴയ പേരാണ്. ഇപ്പം നമ്മളതിന് പറയുന്ന പേര് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഇദ്ദേഹമാണ് സ്റ്റേഷൻ്റെ ചുമതലക്കാരൻ. സ്റ്റേഷൻ്റെ ചുമതലക്കാരൻ CI ആവുന്നത് കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ISHO എന്ന് പറയും, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ആ തുടക്കം കയറുന്ന പോലീസുകാരൻ മുതൽ SI വരെ നമ്മൾ കേരള പോലീസ് KP ആയിരുന്നുവെങ്കിൽ
CI മുതൽ അങ്ങോട്ട് മുകളിലോട്ട് വരുമ്പം കേരള പോലീസ് സർവീസ് എന്നാവുന്നു, KPS ആവുന്നു. 3 സ്റ്റാർ വരുന്നു. ഈ 3 സ്റ്റാർ വരുന്ന KPSോടുകൂടി ഇദ്ദേഹം നമ്മുടെ 2ാം ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ ഗസറ്റഡ് പോസ്റ്റിലേക്ക് മാറുകയാണ്. ഗസറ്റഡ് ഉദ്യോഗസ്ഥനാണ് CI റാങ്ക് മുതൽ മുകളിലോട്ട്. അപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എംബ്ലം തൊപ്പിക്കകത്ത് ഇതുവരെ ഉപയോഗിച്ചിരുന്ന തൊപ്പിയിൽ KP കേരള പോലീസ് ആയിരുന്നുവെങ്കിൽ നമ്മുടെ ഇൻസ്പെക്ടർ റാങ്കിലേക്ക് വരുമ്പോൾ KPS ആവുകയാണ്, കേരള പോലീസ് സർവീസായി മാറുകയാണ്. ഇനി ഇതും കഴിഞ്ഞ് നമ്മുടെ ഇപ്പം നമ്മൾ സാധാ പോലീസുകാരനായിട്ട് കയറിയ ആൾ ഇവിടം വരെ വരുന്നത് 2ാം ഘട്ടം ഡയറക്റ്റ് SI ആയിട്ട് വരുന്ന ഒരാൾ ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതി സാധാ പോലീസുകാരനല്ലാതെ ഡയറക്റ്റ് SI ആയിട്ട് വരുന്നത്. ഡയറക്റ്റ് SI ആയിട്ട് വരുന്ന ഒരാൾ അദ്ദേഹം സർവീസിൽ കയറുന്നു. 2 സ്റ്റാറും ഒരു കേരള പോലീസ് എന്നുള്ള എംബ്ലവും ഡയറക്റ്റ് SI ആയിട്ട് അദ്ദേഹം സർവീസിൽ കയറുന്നു. സർവീസിൽ കയറിയാൽ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പ്രൊമോഷൻ കിട്ടി. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇൻസ്പെക്ടറായി മാറുന്നു. അപ്പോൾ ഇൻസ്പെക്ടർ ആവുന്നതോടുകൂടി അദ്ദേഹം ഗസറ്റഡ് പോസ്റ്റിൽ വരുന്നു. അത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അദ്ദേഹം DYSP ആണ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, DYSP. അപ്പോൾ DYSP ആകുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാറിന് വ്യത്യാസമില്ല, നമ്മുടെ KPS സർവീസ് തന്നെയാണ്. ഈ ഒരു റിബൺ ചേഞ്ച് ആകുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഷോൾഡറുള്ള റിബൺ. അവരെ തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. പിന്നെ DYSPമാർക്കും നേരത്തെ ഈ തൊപ്പി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം സൗകര്യപ്രദമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു തൊപ്പിയും കൂടെ വരുന്നത്. അത് നമുക്ക് കൊണ്ടുപോകുന്നതിനും കൊണ്ട് നടക്കുന്നതിനും മറ്റുള്ളതിന് അല്പ സൗകര്യപ്രദമായിട്ട് ഇത് തന്നെ എന്ന് നിർബന്ധമില്ല, ഇത് തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം ഡയറക്റ്റ് SI ആയിട്ട് കയറുന്ന ആൾ CI ആയി, DYSP ആയി. ഇനി അദ്ദേഹം ചിലപ്പോൾ സർവീസ് ഒരു 20-22 വയസ്സിൽ കയറുന്ന ആളാണെങ്കിൽ, സർവീസ് ഉള്ള ആളാണെങ്കിൽ SP വരെ ആവും. SP വരെ ആകുമ്പോൾ അവിടെ ഒരു പ്രത്യേകത, DYSP ഇതിനിടയ്ക്ക് ഒരു റാങ്കുണ്ട്. ഈ DYSP കഴിഞ്ഞിട്ട് നമ്മൾ അഡീഷണൽ SP ആവും. അതെന്ന് പറയുന്നത് സീനിയർ DYSP ആണ്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള DYSP അഡീഷണൽ SP ആവും. അഡീഷണൽ SP ആകുമ്പോൾ അഡീഷണൽ SPയുടെ യൂണിഫോമിൽ ഈ ഒരു സ്തംഭം മാത്രമാണുള്ളത്. മനസ്സിലായോ? ഇവിടെ KPS ആണ്, കേരള പോലീസ് സർവീസ് ആണ്, ഒരു സ്തംഭം മാത്രം അഡീഷണൽ SP. ഇത് സീനിയർ DYSP ആണ് നമ്മൾ അഡീഷണൽ SP എന്ന് പറയുന്നത്. അഡീഷണൽ SP കഴിഞ്ഞിട്ടുള്ള അവരുടെ അടുത്ത പ്രൊമോഷൻ SP ആവുന്നു. SP ആവുമ്പോഴത്തേക്ക് സ്തംഭവും ഒരു സ്റ്റാറും, അവർക്ക് KPS ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ IPS വർഷാവർഷം ഗവൺമെൻറ് ഇത്ര പേർക്ക് കൺഫേർഡ് ചെയ്ത് IPS കൊടുക്കുന്നു. IPS കിട്ടാൻ സർവീസുള്ള യോഗ്യതയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹമെങ്കിൽ ഈ സ്തംഭവും സ്റ്റാറും IPSും കിട്ടി വരുന്നു. ഇനി IPS അദ്ദേഹത്തിന് കിട്ടുന്നില്ല, KPSൽ വന്ന് അവസാനിക്കുകയാണെങ്കിൽ അദ്ദേഹം SP റാങ്കിൽ വന്ന് അവസാനിക്കുന്നു. ഇത് 2ാം ഘട്ടം ആണ് തീരുന്നത്. 1ാം ഘട്ടം നമ്മൾ പോലീസുകാരനായിട്ട് കയറുന്ന ആൾ SI വരെ വന്ന് അവസാനിക്കുന്നു. 2ാം ഘട്ടം SI ആയിട്ട് കയറുന്ന ആൾ മാക്സിമം SP വരെ ആവുന്നു. ഇല്ലെങ്കിൽ ഒരു DYSPയോ അഡീഷണൽ SPയോ വരെ വന്ന് നിൽക്കാം. 3ാം ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ എവിടുത്തെ ആയാലും നമ്മുടെ ഏറ്റവും വലിയ ഒരു സർവീസ് എന്ന് പറയുന്നതാണ് സിവിൽ സർവീസ്. അത് സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തന്നെ ഒരു പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് IAS IPS. അതാണ് ആൾക്കാർ കൂടുതലും ചോയ്സ് ചെയ്യുന്നത്. IPS കേഡറിലേക്ക് വന്ന് നമ്മുടെ റാങ്കിലേക്ക് വന്ന് അവർ വരികയാണെങ്കിൽ അവർ ASP ആയിട്ടാണ് ജോലിക്ക് കയറുന്നത്. അവരുടെ IPS ആണ് അവർക്ക് കിട്ടുന്ന സ്ഥാനം. നമുക്ക് കിട്ടുന്ന സ്തംഭവും നക്ഷത്രവും തന്നെയാണ്. പ്രവേശൻ കാലയളവിൽ അവർ ASP ആയിട്ട് ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞ് പ്രവേശൻ പീരീഡ് കഴിഞ്ഞു, ഒരു ജില്ലയുടെ തലവനായിട്ട് വരുമ്പോഴത്തേക്ക് SP ആവുന്നു. അപ്പം റൂറൽ സ്ഥലങ്ങളിലാണെങ്കിൽ, റൂറൽ ഏരിയകളിലാണെങ്കിൽ അദ്ദേഹത്തെ എന്തെന്ന് പറയും? സൂപ്രണ്ട് ഓഫ് പോലീസ്, SP എന്ന് പറയും. സിറ്റി ഭാഗങ്ങളിലാണെങ്കിൽ അവരെ കമ്മീഷണർ എന്നറിയപ്പെടും. അവർക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ തൊപ്പിയും ഉപയോഗിക്കാം, ഈ തൊപ്പിയും ഉപയോഗിക്കാം. അവിടെ തൊപ്പിക്കകത്തുള്ള വ്യത്യാസം എന്ന് പറയുന്നത് IPS ആണ് അവർക്ക് വരുന്ന ഇത് കഴിഞ്ഞിട്ട് കാലാനുസൃതമായ അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് SP ആയിട്ട് കയറുന്ന ആൾ, അതായത് ഡയറക്റ്റ് IPS എഴുതിയെടുക്കുന്നു, IPS കിട്ടുന്ന ഒരാൾ അത് കഴിഞ്ഞിട്ട് DIG റാങ്കിലേക്ക് വരുന്നു. DIG റാങ്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സ്തംഭമുള്ള ആൾ, ആ സ്തംഭവും ഒരു സ്റ്റാറിൻ്റെ ഭാഗത്ത് 3 സ്റ്റാർ വരുന്നു. നമ്മുടെ എംബ്ലത്തിനകത്ത് വ്യത്യാസമില്ല, IPS തന്നെയാണ്. നമ്മുടെ യൂണിഫോമിനകത്ത്
ഷോൾഡർ ബാഡ്ജിനകത്ത് ഒരു റിബൺ വരുന്നു. ആ റിബണിൻ്റെ കൂടെ ഒരു എംബ്ലവും കൂടെ വരും. ഇതും കഴിഞ്ഞിട്ട് അവരുടെ തൊപ്പിക്കകത്ത് ഈ റിബൺ വരുന്നു. അത് കഴിഞ്ഞിട്ട് ആ എഴുത്തിൻ്റെ രീതി മാറുന്നു. ഇവിടെ നോർമലായിരുന്ന IPS എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ വ്യത്യാസം വരുന്നു. ഇനി ഈ DIG കഴിഞ്ഞു, DIG IG ആയി പ്രമോഷനായി. IG ആയി പ്രമോഷൻ ആകുമ്പോഴത്തേക്ക് നമ്മുടെ തൊപ്പിയിൽ വീണ്ടും വ്യത്യാസം വരികയാണ്. തൊപ്പിയിലെ ഈ നീല പിന്നെ ഈ റിബണിൻ്റെ കൂടെ നമ്മുടെ എംബ്ലം വരുന്നത് കൂടാതെ ഒലിവ് ഇലയെ പ്രസൻറ്റ് ചെയ്ത് നമ്മുടെ ഒരു ഒലിവ് ഇല ഇവിടെ വരുന്നുണ്ട്. ഇത് IG ആകുമ്പോഴാണ്. DIG ആകുമ്പോൾ അതില്ല. ഇനി അതും കഴിഞ്ഞിട്ട് നമ്മുടെ യൂണിഫോമിൻ്റെ കഴുത്തേൽ ഇത് തന്നെയാണ് വരുന്നത്. അവിടെയും വ്യത്യാസമുണ്ട്. ആ വന്നിരിക്കുന്ന രണ്ട് എംബ്ലങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ആ ഒലിവ് ഇലയെ തന്നെയാണ് അതിനകത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഷോൾഡർ ബാഡ്ജ് ഒരു സ്റ്റാറും ക്രോസ് ചെയ്ത ബോളും പാറ്റേണുമാണ് വരുന്നത്. നമ്മുടെ IPS എന്ന് പറയുന്ന ലെറ്ററിനും വ്യത്യാസമില്ല. അദ്ദേഹം IG ആയി മാറി, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസായി മാറി. ഇത് കഴിഞ്ഞിട്ട് രണ്ട് പ്രൊമോഷനാണുള്ളത്. ഒന്ന് ADGPയും ഒന്ന് DGPയും. ഇത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ADGPക്കും DGPക്കും ഒറ്റ യൂണിഫോം ആർട്ടിക്കിൾസ് തന്നെയാണ്. അപ്പം ADGP ആകുമ്പോഴും ഇത് തന്നെയാണ്. അപ്പോൾ അവിടെ IG ആയിരുന്ന ഒരു ഒലിവേല മാത്രം പ്രസൻറ്റ് ചെയ്തിരുന്ന തൊപ്പിയിൽ രണ്ട് ഒലിവേല പ്രസൻറ്റ് ചെയ്യുന്നു. അത് ഫലത്തിൽ നമ്മൾ നോക്കുമ്പോൾ 4 ഒലിവേലയായിട്ട്, അതായത് 2 ലീഫ് ഇങ്ങനെയും 2 ലീഫ് ഇങ്ങനെയും 4ആയിട്ട് നമുക്ക് തോന്നും. 2 ഒലിവേലയായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കും. ഇത് കഴിഞ്ഞാൽ അവരുടെയും പിന്നെ എംബ്ലം ഇത് തന്നെയാണ്. ക്രോസ് ചെയ്ത ബോളും പാറ്റേണും നമ്മുടെ സ്തംഭവുമാണ്. അത് കഴിഞ്ഞിട്ട് ഈ എംബ്ലത്തിനകത്ത് നമ്മുടെ ഒലിവല അല്പം കൂടി വലുതാവുകയും നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഈ ചെറിയ ആ ഒരു ക്രോസ് അല്പം കൂടി വലുതായി വരികയും ചെയ്യുന്നു. മനസ്സിലായോ? ഇനി ഇവിടെ കൊണ്ട് നമ്മൾ തീർന്നു. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP അവിടെയാണ് നമ്മുടെ പോലീസിൻ്റെ ഏറ്റവും ഉയർന്ന അധികാരി. പക്ഷേ പോലീസിൻ്റെ തലപ്പത്ത് DGPമാർ 4-5 പേര് കാണും, 5-6 പേര് DGPമാരുണ്ട്. പോലീസിൻ്റെ തലപ്പത്ത് ഒരൊറ്റ DGPയേ ഉള്ളൂ. അദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്ന പേര് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നാണ്. അപ്പോൾ പോലീസിൻ്റെ തലപ്പത്തുള്ള DGP ഇപ്പം നിലവിൽ നമുക്കുള്ളത് ഷേഖ് ദർവേശ് സാഹിബ് എന്ന് പറയുന്ന സാറാണ്. അദ്ദേഹത്തെ നമ്മൾ സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നറിയപ്പെടും. അപ്പം നിങ്ങൾ ചോദിക്കും ബാക്കിയുള്ള DGPമാരെല്ലാം എവിടെയാണെന്ന്. ബാക്കിയുള്ള DGPമാരെ മറ്റ് വിഭാഗത്തിൻ്റെ ചുമതലയേക്ക് വിടും. അവർക്കും DGP തന്നെയാണ് റാങ്ക്. പക്ഷേ അവർ ഏത് വിഭാഗത്തിൻ്റെ തലവനായിട്ടിരിക്കുന്നോ ആ വിഭാഗത്തിൻ്റെ തലവൻ എന്ന പേരിൽ അറിയപ്പെടും. ജയിലിൻ്റെ മേധാവിയായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിൽ അദ്ദേഹം ജയിൽ മേധാവി എന്നറിയപ്പെടും. പിന്നെ ഫയർഫോഴ്സിൻ്റെ മേധാവിയാണ് എന്നുണ്ടെങ്കിൽ ഫയർഫോഴ്സിൻ്റെ മേധാവിയാണെന്ന് അറിയപ്പെടും. അങ്ങനെ ആ റാങ്കിൽ വ്യത്യാസമില്ല, DGP റാങ്ക് തന്നെയാണ്. ഇങ്ങനെയാണ് നമ്മൾ 3ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സാധാരണ പോലീസുകാരൻ മുതൽ SI വരെ, ഡയറക്റ്റ് SI മുതൽ നമ്മൾ DYSP, മാക്സിമം SP, ഇനി IPS കിട്ടുന്ന ആൾ DGP വരെ എത്തും.